കുക്ക് വിത്ത് സോഫിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനൊരു ഫ്രൈ ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. സോയ ചങ്ക്സ് ഡ്രൈ ഫ്രൈ, അല്ലെങ്കിൽ സോയ ചങ്ക്സ് ഉലർത്തിയത് എന്നൊക്കെ പറയാം. സോയ ചങ്ക്സ് തന്നെ വളരെ പോഷക ഗുണമുള്ളതാണ്. നിങ്ങൾ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. ഇത് ചെയ്യാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയതാണ്. ബീഫിന്റെ അതേ ടേസ്റ്റിലാണ് ഇത് ഉലർത്തിയെടുത്തിരിക്കുന്നത്. അതേ ചേരുവകളൊക്കെ ചേർത്ത് നല്ല ഡ്രൈ ആക്കി എടുക്കുന്ന ഒരു സോയ ചങ്ക്സ് ഡ്രൈ ഫ്രൈ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്ന കാര്യവും മറന്നു പോകരുത്. കുക്ക് വിത്ത് സോഫി .in എന്ന വെബ്സൈറ്റും സന്ദർശിക്കണം. ഇതിന്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നമുക്കൊന്ന് നോക്കാം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 200 ഗ്രാം സോയ ചങ്ക്സ്. ഇത് ചെറുതാണ്. ഇത് അരമണിക്കൂർ ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞ് 3-4 പ്രാവശ്യം കഴുകി ഇപ്പം പച്ചവെള്ളത്തിൽ ഇട്ടിരിക്കുന്നത്. ഇനി ഇത് പിഴിഞ്ഞ് വേണം നമുക്ക് എടുക്കാൻ. 3 വലിയ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, 4 പച്ചമുളക് അരിഞ്ഞത്, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 2 വലിയ തക്കാളിപ്പഴം ചെറുതായി അരിഞ്ഞത്, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത്, ഉപ്പ് ആവശ്യത്തിന്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കടുക്, വെള്ളം, വെളിച്ചെണ്ണ, കറിവേപ്പില. ഇനി നമുക്ക് ഈ സോയ ചങ്ക്സ് ഒന്ന് കുക്കറിലിട്ട് വേവിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ശരിക്ക് പിഴിയണം. ഇത് ഒത്തിരി വെള്ളം കുടിക്കുന്നതാണ്, അതുകൊണ്ട് ഇത് ശരിക്ക് പിഴിഞ്ഞിടണം. ഇത് ചെറുതായതുകൊണ്ട് മുറിക്കൊന്നും വേണ്ട. ഇതിന്റെ വലുതാണെങ്കിൽ ഇത് 2-3 ഒക്കെ ആയിട്ട് മുറിച്ചിടണം. ഇതുപോലെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇപ്പം നമ്മൾ ഇത് മൊത്തം പിഴിഞ്ഞെടുത്ത് ഇനി അതിലേക്ക് വേവിക്കാൻ വെക്കാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഏതാണ്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇങ്ങോട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ കേൾക്കുന്നത് വരെ വേവിക്കണം. സോയ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിനുള്ളത് വഴറ്റിയെടുക്കാം. അതിന് ചൂടായ ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വെജിറ്റബിൾ ഓയിൽ ഏത് വേണേലും ഉപയോഗിക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് കടുകിടാം. കടുക് പൊട്ടിത്തെറിക്കാതിരിക്കാനാണ് ഇങ്ങനെ മൂടി വെച്ചത്. കടുക് പൊട്ടി അതിലേക്ക് കറിവേപ്പില ചേർക്കാം. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് കൊടുക്കാം. തീ കൂട്ടി വെക്കാം. സവാള ചേർക്കാം. തീ കൂട്ടി വെച്ച് വഴറ്റണം. നമുക്ക് പച്ചമുളക് ചേർക്കാം.
ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അല്പം ബ്രൗൺ കളർ ആകണം. ഇപ്പം സവാള മൂപ്പായി. ഇത് ഇത്രയും ബ്രൗൺ നിറമാകണം. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക്. ഇനി പൊടി ആയാലും കുഴപ്പമില്ല, പക്ഷെ കുരുമുളക് ചതച്ചെടുക്കുന്നതാണ് നല്ലത്. എല്ലാ പൊടികളുടെയും പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. ഞാൻ ഇതിനകത്ത് തേങ്ങാക്കൊത്ത് ചേർക്കുന്നില്ല. തേങ്ങാക്കൊത്ത് അങ്ങനെ ചേർക്കണമെന്ന് ഇഷ്ടമുള്ളവർക്ക് എണ്ണ ചൂടാകുമ്പോഴേ തേങ്ങാക്കൊത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ബീഫിന്റെ അതേ ടേസ്റ്റിൽ തന്നെ, അതേ രുചിയിലും അതുപോലെ നമുക്ക് ഡ്രൈ ആക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം ചേർക്കാം. തക്കാളിപ്പഴം ഒന്ന് വെന്തുടഞ്ഞു കിട്ടണം. ഈ ഗ്രേവിക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കൊരൽപ്പം വെള്ളം ഇതിലേക്ക് ചേർക്കാം. തീ കുറച്ചൊന്ന് മൂടി വെക്കാം. ഈ തക്കാളിപ്പഴം ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും നമുക്ക് ചെറു തീയിൽ തന്നെ മൂടി വെക്കാം. ഇപ്പൊ നമ്മൾ 4-5 മിനിറ്റ് തീ കുറച്ച് മൂടി വെച്ചിരുന്നു. ഇനി നമുക്കിതൊന്ന് നോക്കാം. തക്കാളിപ്പഴമൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ഇതിലേക്ക് ചേർക്കാം. അതിൻ്റെ അകത്ത് അല്പം വെള്ളം കാണും. ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിക്കാം. വെള്ളം കളയരുത്. ഇത് പിഴിഞ്ഞെടുക്കുമ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് അല്പം ഗ്രേവിയോട് കൂടിയാണ് നിങ്ങൾക്ക് വേണ്ടിയതെങ്കിൽ ഈ സ്റ്റേജിൽ എടുക്കണം. വെള്ളം ഒത്തിരി പറ്റിച്ച് കളയണ്ട. ഇത് ഉലർത്തിയോ ഡ്രൈ ഫ്രൈയോ ആക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഇതിന്റെ വെള്ളം പറ്റിക്കണം. തീ കൂട്ടി വെച്ച് നമുക്ക് ഇതിന്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. വെജിറ്റേറിയൻസിന്റെ ബീഫായിട്ടാണ് സോയാ ചങ്ക്സ് അറിയപ്പെടുന്നത്. നല്ല പോഷക ഗുണമുള്ളതാണ്. കുട്ടികൾക്കാണെങ്കിലും അധികം എരിവില്ലാതെ ഇതുണ്ടാക്കി കഴിപ്പിക്കണം. ഇനി ഇത് ഡ്രൈ ആക്കണം. അതിനെ തീ കൂട്ടി വെച്ച് നമുക്ക് ഇളക്കാം. ഇത് ചപ്പാത്തിയൊക്കെ കഴിക്കാനായിട്ട് ഇപ്പോൾ ഈ നനവുള്ള ഈ സ്റ്റേജാണ് ഏറ്റവും നല്ലത്. ഇപ്പം തീ ഓഫ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി ഇത് ഡ്രൈ ആക്കണമെങ്കിലാണ് കൂടുതൽ സമയം ഇട്ട് വഴറ്റേണ്ടത്. ഇത് ഒത്തിരി ഇട്ട് വഴറ്റി അങ്ങോട്ട് കുഴച്ച് കളയണ്ട. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇത് ഇനി കളർ കുറച്ചുകൂടെ മാറി നല്ല കറുപ്പാകണമെങ്കിൽ ഇനിയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നാലേ ഇത് ഒത്തിരി കറുത്ത് വരുള്ളൂ. അതിനനുസരിച്ച് വഴറ്റിക്കൊണ്ടിരിക്കണം. ഇപ്പം ഇത്രയും ഇത് മൊത്തം ഡ്രൈ ഫ്രൈ ആക്കണ്ടാത്തവർക്ക് ഈ സ്റ്റേജിൽ കുറച്ചെടുത്ത് വെച്ചാൽ ചപ്പാത്തിക്ക് കഴിക്കാനായിട്ട് നല്ലൊരു കറിയാണിത്. എനിക്ക് ഇച്ചിരി ഡ്രൈ ആക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് വീണ്ടും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് തീ കൂട്ടി വെച്ച് ഇത് ഡ്രൈ ആക്കി എടുക്കണം. ഇതിൻ്റെ അകത്ത് ചേർക്കുന്ന മസാലയുടെ ടേസ്റ്റാണ് ഇതിന് മുമ്പിൽ നിൽക്കുന്നത്. ഇത് നല്ലവണ്ണം എരിവുള്ളതാണ്. കുരുമുളക് ഇത്രയും എരിവ് കുറച്ച് മതിയെങ്കിൽ കുരുമുളക് പൊടിയുടെ അളവ് കുറയ്ക്കണം. ഒരു ബീഫിൻ്റെ ടേസ്റ്റിലുള്ള
ഫ്രൈ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ച് പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങനെ വേണ്ടാത്തവർ ഈ സ്റ്റേജിൽ എടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കണ്ട, കുറച്ചുകൂടെ ഒന്ന് തീ കുറച്ചിട്ട് ഒന്ന് വരട്ടിയെടുത്താൽ മതി. ഇത് നല്ലവണ്ണം വരണ്ട് കിട്ടുന്നതാണ് എനിക്കിഷ്ടം. ഇപ്പം ഇത് നന്നായിട്ട് വരണ്ടിട്ടുണ്ട്. ഇനിയും ഇതിലും കൂടുതൽ കറുപ്പ് വേണമെങ്കിൽ അല്പം വെളിച്ചെണ്ണ കൂടെ ഏതെണ്ണയാണേലും കൂടെ ഒഴിച്ചു കൊടുത്ത് കുറച്ചുകൂടെ വരട്ടിയെടുക്കാം. എനിക്കിപ്പോൾ ഇത് മതിയതുകൊണ്ട് ഞാനിത് തീ ഓഫ് ചെയ്ത് സർവിംഗ് ഡിഷിലേക്ക് മാറ്റുവാണ്. നമ്മുടെ ബീഫിന്റെ രുചിയുള്ള സോയാ ചങ്ക്സ് ഡ്രൈ ഫ്രൈ റെഡിയായി. ഇനി നമുക്ക് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സായി അറിയിക്കണം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.